എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അംബികാനന്ദൻ, തൃശ്ശൂർ. അപ്പം ഇന്ന് നമ്മുടെ വീഡിയോയിൽ പറയാൻ പോകുന്നത് തട്ടകത്തെ ക്ഷേത്രവും കുടുംബക്ഷേത്രവും. ഈ രണ്ട് ക്ഷേത്രവും നമുക്ക് ആവശ്യമുള്ളതാണ്. ഈ രണ്ട് ക്ഷേത്രങ്ങളിൽ നമ്മൾ പോകേണ്ടതാണ്. എങ്കിൽ മാത്രമേ നമ്മുടെ ദുഃഖ ദുരിതങ്ങൾക്ക് ശമനം വരികയുള്ളൂ. തട്ടകത്തെ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ദേശം, നമ്മൾ താമസിക്കുന്ന ദേശത്തെ ദേവത, ആ ദേവതയുടെ ക്ഷേത്രമാണ് തട്ടകത്തെ ക്ഷേത്രം, നമ്മുടെ തട്ടകത്തമ്മ എന്ന് നമ്മൾ പറയുന്നത്. ഈ ക്ഷേത്രം നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാത്ത ഒന്നാണ്. ഈ ക്ഷേത്രത്തിൽ പോകാതിരിക്കുകയരുത്. നമ്മൾ പറ്റുമ്പോഴെല്ലാം ഈ ക്ഷേത്രത്തിൽ പോയി ഭഗവതിയെ ഭജിക്കണം. അതേപോലെ തന്നെ നമ്മുടെ കുടുംബക്ഷേത്രം, ഈ കുടുംബക്ഷേത്രത്തിലെ ദേവിയെ നമ്മൾ ഭജിക്കേണ്ടതാണ്. കുടുംബക്ഷേത്രവും തട്ടകത്തെ ക്ഷേത്രവും കഴിഞ്ഞിട്ടേ വലിയ വലിയ മഹാക്ഷേത്രങ്ങൾ നമുക്ക് വേണ്ടോ. അങ്ങനെ നമ്മൾ ചെയ്യാവോ? അല്ലാതെ തട്ടകത്തെ അമ്മേനെയും കുടുംബക്ഷേത്ര ദേവതയെയും നമ്മൾ തിരിഞ്ഞു നോക്കാതെ മഹാക്ഷേത്രങ്ങളിൽ പോയതുകൊണ്ട് കുടം കമത്തി വെള്ളമൊഴിക്കുന്ന ഫലം മാത്രമേ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. വലിയ ക്ഷേത്രമാണോ ചെറിയ ക്ഷേത്രമാണോ എന്നൊന്നും നിങ്ങൾ നോക്കരുത്. കാരണം നിങ്ങൾ ഭക്തരാണ്. നമുക്ക് കാര്യപ്രാപ്തി ഉണ്ടോ എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. വലിയ ക്ഷേത്രമായാലും മഹാക്ഷേത്രമായാലും ചെറിയ ക്ഷേത്രമായാലും അവിടെ കുടികൊള്ളുന്നത് ദേവചൈതന്യമാണ്. അതുകൊണ്ട് നിങ്ങൾ അത് മനസ്സിലാക്കി ഭജിച്ചാൽ തീർച്ചയായും നിങ്ങൾക്ക് നല്ല നല്ല ഗുണങ്ങൾ വന്നു ചേരും. അതുകൊണ്ട് തട്ടകത്തെ അമ്മയും കുടുംബക്ഷേത്രത്തിലെ ദേവിയെയും നമ്മൾ ഒരിക്കലും കൈവിടരുത്. അവർ നമുക്ക് എപ്പോഴും തുണ ഉണ്ടാവുകയുള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കുക. കാരണം നമ്മുടെ തട്ടകത്ത് ഒരു ചെറിയ കൊച്ചു ക്ഷേത്രം, മഹാക്ഷേത്രങ്ങളിലേക്ക് പോകാനും ലക്ഷങ്ങൾ ചിലവാക്കാനും ആയിരങ്ങൾ ചിലവാക്കാനും നമ്മുടെ കയ്യിലുണ്ട്. നമ്മുടെ ആ മുറ്റത്ത് കിടക്കുന്ന ആ ക്ഷേത്രത്തിൽ പോയി ഒരു വിളക്കിനുള്ള എണ്ണ കൊടുക്കാൻ നമുക്ക് മടിയാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ നേരിയാവുക? എങ്ങനെ നമ്മൾ ഗുണം പിടിക്കുക? അപ്പോൾ നമ്മൾ കുടുംബക്ഷേത്രം കൈവിടരുത്. അതേപോലെ കുടുംബക്ഷേത്രമുള്ളവർ അത് കൈവിടരുത്. അതേപോലെ തന്നെയാണ് തട്ടകത്തമ്മയും. ഇത് രണ്ടും നമ്മൾ രണ്ട് വശത്ത് ചേർത്തി പിടിക്കേണ്ടതാണ്. ഇത് രണ്ടും നമുക്ക് ജീവിതത്തിൽ വഴി തെളിയിച്ചു തരും. അല്ലാത്തതൊക്കെ നമ്മൾ ഇരട്ടത്ത് തപ്പുന്നത് പോലെയായിരിക്കും. ഇപ്പോൾ തട്ടകത്തെന്ന് പറഞ്ഞ കാളി, ഭദ്രകാളി, രുദ്രമാല, മച്ചിൽ ഭഗവതി എന്നൊക്കെ പല പേരുകളിൽ നമ്മൾ ആരാധിച്ചു പോരുന്നത് നമ്മുടെ കുടുംബക്ഷേത്ര ദേവതയാണ്. പഴയ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടില്ലേ, അകലെ കിടക്കുന്ന മിത്രത്തെക്കാൾ ഭേദം അടുത്ത് കിടക്കുന്ന ശത്രുവാണ്. നമുക്ക് എന്തെങ്കിലും ഒരു ആപത്ത് വന്നാൽ ഓടിയെത്താൻ നമ്മുടെ അയലക്കത്തുള്ളവരുണ്ടാവും. അല്ലാതെ അയലക്കത്തുള്ള ഒരു ശത്രുവായാലും അവർ ഓടിയെത്തും. എന്നാൽ അകലെ കിടക്കുന്നവർ ഇതൊക്കെ അറിഞ്ഞു വരുമ്പോഴേക്കും നമ്മളൊരു പരിഭവമാവും. അതുകൊണ്ട് നമ്മുടെ തട്ടകത്തെ അമ്മയ കുടുംബക്ഷേത്രത്തിലെ അമ്മി നമുക്ക് എന്തെങ്കിലും ആപത്ത് വന്ന് വിളിച്ചാൽ ഓടി വരിക. അത് നിങ്ങൾ മറക്കാതിരിക്കുക. നിങ്ങളതുകൊണ്ട് തട്ടകത്തെ അമ്മയെയും കുടുംബക്ഷേത്രത്തിലെ കാളിയെയും നിങ്ങൾ കൈവിടാതിരിക്കുക. മാസത്തിലൊരിക്കലെങ്കിലും നിങ്ങൾ പോകുക, ശക്തിക്കൊത്ത വഴിപാട് ചെയ്യുക. അവിടുത്തെ ആണ്ടുവിശേഷങ്ങൾക്ക് നിങ്ങൾക്ക് കഴിയുന്നത്ര കാര്യങ്ങൾ ചെയ്യുക. നമുക്ക് ആ ക്ഷേത്രങ്ങളും വളർത്തി കൊണ്ടുവരണ്ടേ? അവിടെയും ദേവത തന്നെ. അതുകൊണ്ട് എല്ലാവരും കുടുംബക്ഷേത്രത്തെയും തട്ടകത്തെ ക്ഷേത്രത്തിലും കൈവിടാതെ ഭജിച്ച് മുന്നോട്ട് പോയി തീർച്ചയായും നിങ്ങളുടെ എല്ലാ ദുരിതങ്ങളും കഷ്ടതകളും നമ്മുടെ ഈ ഭൂമിയിലുള്ള അർഗുലകളും കൊലപാതകങ്ങളും ഇതെല്ലാം കുറഞ്ഞു കിട്ടുമെന്നുള്ളത് ഒരു സംശയവുമില്ല. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം മക്കളെ. എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചേ.